ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹപൂർവ്വം ക്ഷാമാന്ന് സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയങ്ക അങ്ങനെ നമ്മുടെ കല്യാണ ഹാളിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ജാനിയുടെയും സോനിയുടെയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇത് കണ്ട് യശോദയും രാധയും ദേഷ്യത്തോടെയും ഞെട്ടലോടും സങ്കടത്തോടെയും നിരാശയോടൊക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. രാധ ഇത് കണ്ട് ആകെ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. യശോദയുടെ മുഖവും അതെ അത്രയും കടന്നിരിക്കുകയാണ്. മുത്തശ്ശിക്ക് ഇത് കണ്ട് ചെറിയൊരു ആശ്വാസം തോന്നി. കാരണം മുത്തശ്ശി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇത് കണ്ട് യശോദാമ്മ എഴുന്നേരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ നിന്നെ എങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത് അമ്മേ എന്ന് പ്രിയങ്ക പറയുമ്പോൾ യശോദമ്മ പറയുന്നുണ്ട്, അമ്മയോ ഇനി നീ ഒരിക്കലും എന്നെ ആ പേര് വിളിക്കരുത്, പ്രസവിച്ചതിനുള്ള കൂലി നീ തന്നലോടി എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഉടനെ ചെന്ന് വാതിലടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സംഭവിക്കാനുള്ളതൊക്കെ ഇനി സംഭവിച്ചാണ്, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നീ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ അറിയാത്തവരും കൂടി ഒന്നും അറിയിക്കാൻ വേണ്ട, എന്താ അറിയിക്കേണ്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് യശോദാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ആരും തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആഭരണങ്ങളൊക്കെ ഇട്ട് എന്ന് പറയുമ്പോഴത്തേക്കും യശോദ പ്രിയങ്കയുടെ കരണത്തേക്കൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ആകെ ഇങ്ങനെ ടെപ്സിറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ യശോദാമ്മ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നീ പറയുന്നത്, ആരെയും ഒരു നോക്ക് പോലും ഓർക്കാതെയല്ലേടി നീ അങ്ങോട്ട് പോയത്. ഇത് കണ്ട് ജാനിയും സോനയും രാധികയും ഉൾപ്പെടെ എല്ലാവരും അവിടെ ഇങ്ങനെ നെൽത്തി പോലെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി വയ്ക്കുന്നുണ്ട്, എന്താ യശോദ നീ കാണിച്ചത്, കാണിക്കാനുള്ളത് തന്നെ അമ്മ ഞാൻ കാണിച്ചത് എന്നിങ്ങനെ യശോദമ്മ പറയുന്നുണ്ട്. എന്തിനാണ് ഇവളിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, എല്ലാവരും ഒരു മാനക്കേടിൽ നിൽക്കുമ്പോൾ രാധിക മോളാണ് അവരെ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം വിശുദ്ധ രാധികയെ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക അതെല്ലാം വലിച്ച് വാരി ഇട്ടുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞല്ലോ ചേച്ചിയുടെ ത്യാഗത്തിൻ്റെ കഥ, ഞാനാണ് ഈ കുടുംബത്തെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും നാണം കെട്ടേനെ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എടി നീ പറഞ്ഞ രാധിക, നീ പ്രിയങ്ക പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ, മര്യാദയ്ക്ക് ഈ ആഭരണങ്ങൾ പ്രിയങ്ക മോൾക്ക് അഴിച്ചു കൊടുക്കടി. എന്താ അനുജത്തിയുടെ കല്യാണം കഴിക്കാൻ വന്ന ആളെ നീ പ്രേമിച്ച് തുടങ്ങിയോ, അത് യശോദ അറിയാൻ വേണ്ടി ചോദിക്കുക, ഇങ്ങനെ ഈ അനാഥ പെണ്ണിനെ എവിടെ നിന്നാണ് അവർക്ക് വേണ്ടത്, ഇനിയിപ്പോൾ അവർ കല്യാണം കഴിച്ചാലും ഒരു തെരുവ് പട്ടി ഇറക്കി വിടുന്ന അത്ര മാനം പോലും തരാതെ ഇറക്കി വിടുമില്ലേ എന്നിങ്ങനെ മുത്തശ്ശി യശോദയോട് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും കതിർമണ്ഡലത്തിൽ പോയി നിന്നുകൊണ്ട് ഞാൻ പറയും, പ്രിയങ്ക മോളെ അല്ല രാധിക മോളെ എന്തായാലും ഒരു വിവാഹം ചെയ്യണമെന്ന്, കാരണം അവൾ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് സോന പറയുന്നുണ്ട്, ആൻറ്റി ഇതൊരു പ്ലേ കഴുതിയാൽ മതി എന്ന് പറഞ്ഞ് ബാക്കി ഇങ്ങനെ പറയാൻ പോകുന്ന സമയത്ത് യശോദാമ്മ പറയുന്നുണ്ട്, മോളെ അത് മോളുടെ സംസ്കാരമായിരിക്കും, ഞങ്ങളതല്ല, ഞങ്ങൾക്ക് ചില സംസ്കാരമുണ്ട്, കൈ പിടിച്ച് കൊടുക്കലും താലി കെട്ടലും അങ്ങനെ പല പല സംസ്കാരങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് നിർവഹിച്ചേ പറ്റുമോ എന്ന് യശോദാമ്മ പറയുന്നുണ്ട്. അപ്പോഴും സോന ഇങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട്. യശോദ കൈ ഇങ്ങനെ ഇതാക്കി പിടിക്കുന്നുണ്ടായിരുന്നു. യശോദ പറയുന്നുണ്ട്, ഞാൻ അവരെ കാല് പിടിച്ച് പറയും, എന്നെ കൊന്നാലും എനിക്ക് യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല എന്ന് യശോദാമ്മ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വീണ്ടും സാധനങ്ങളെല്ലാം വലിച്ചെറിയാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞോളാം വരുണിനോടൊക്കെ, എന്നിട്ട് ഞാൻ വരുണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകും എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറഞ്ഞതൊന്നും കേട്ടില്ലേ, മര്യാദക്ക് ആ ആഭരണങ്ങളും സാരിയും ഒക്കെ ഊരി മര്യാദക്ക് അവിടെ വെക്കടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുജത്തി കെട്ടാൻ വന്ന ആൾ നീ പ്രേമിച്ച് തുടങ്ങിയോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും നിൻ്റെ മനസ്സിൽ വെക്കണ്ട, മര്യാദക്ക് ആഭരണങ്ങളൊക്കെ അഴിക്കുക, വേഗം പ്രിയങ്ക മോൾക്ക് ധരിക്കണം. സോന ജാനി നിങ്ങൾ വന്ന് വേഗമുള്ള കഴുത്തിലും കാതിലൊക്കെ ആഭരണങ്ങൾ അഴിക്കാൻ സഹായിക്കുകയും നിങ്ങൾ മുത്തശ്ശി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിസ്സഹായതയായി യശോദാമ്മയും രാധികയും അവിടെ നിൽക്കുന്നുണ്ട്. രാധികക്ക് വളരെയധികം സങ്കടമുണ്ട്, കാരണം വരുൺ സ്നേഹിച്ചത് തന്നെയാണ്. മുത്തശ്ശി നാഴികക്ക് 40 വട്ടം എടുത്ത് പറഞ്ഞു വരുൺ സ്നേഹിച്ചത് പ്രിയങ്കയാണെന്ന്, പക്ഷേ രാധികയ്ക്ക് അറിയാമായിരുന്നു വരുൺ സ്നേഹിച്ചത് തന്നെയാണെന്ന്. അതിൻ്റെ വളരെ നല്ലൊരു വിഷമം രാധികയുടെ മുഖത്തുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോൾ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നിരുന്നു.
അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു, ഇനി എന്തും നോക്കി നിൽക്കാടി, എല്ലാവരും കൂടി ചേർന്ന് അവൾക്ക് കഴുത്തിലുള്ള ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ജാനിയും സോനയും ഒക്കെ ചേർന്ന് കഴുത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം അഴിച്ചിങ്ങനെ താലി അവസാനമാവുന്ന സമയത്താണ് കൃഷ്ണൻ്റെ വിഗ്രഹം അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. സമയത്ത് യശോദമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നത്, കണ്ടില്ല, ഇതെല്ലാം അതിന് നിമിത്തമാണ്, നമുക്ക് മനസ്സിലായില്ലേ. അപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട്, വേഗം അഴിക്ക് പ്രിയങ്ക, താലി അടിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും അത് അഴിച്ചു. പക്ഷേ താലിയുടെ ലോക്കറ്റ് പ്രിയങ്കയുടെ സാരിയുടെ മടിൻ്റെ ഇടയിലായിരുന്നു പോയിരുന്നത്. അതാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചിലരുടെ മാത്രമാണ് അവരഴിച്ചത്. അങ്ങനെ അതെല്ലാം എടുത്ത് താൻ ആദ്യം ഉടുത്തിരുന്ന സാരി ബാഗിൽ നിന്ന് രാധിക എടുത്ത് ഞാൻ ഡ്രസ്സ് മാറി വരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് വേണ്ട, ഇനി തന്നെ പ്രിയങ്ക ഒരുക്കണം, എന്തിനാ ഇതും കൂടി ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് യശോദ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് പോരാ, പ്രിയങ്ക മണവാട്ടി മണ്ഡപത്തിലേക്ക് കയറുന്നതൊക്കെ ഇവളെ കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തിനാ അമ്മ ഇതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി, പ്രിയങ്ക താലി ഒഴിച്ചും രാധിക പെട്ടെന്ന് അവൾ ഒരുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് അവളങ്ങനെ ഒരുക്കിയിട്ട് ഇതാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വരുണിൻ്റെ അമ്മ ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വരുണിൻ്റെ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നേരമായില്ലേ പണി, ഇതുവരെ പൊടുവേ മാറ്റി വന്നില്ല, നീ ചെന്ന് നോക്കിയാന്ന് പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞിട്ട് കൽപ്പന വിളിക്കുന്നുണ്ട്. ഓ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കൽപ്പന ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, നമുക്ക് അവരോടൊന്ന് പോയി പറഞ്ഞിട്ട് വരാം, കുറേ നേരമായാലും പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കേണ്ടേ. സമയത്ത് അവർ ചോദിക്കുന്നുണ്ടോ, ഞാൻ കുറച്ച് നേരം മുമ്പ് പോയി പറഞ്ഞതല്ല, അവർക്ക് ഇതേവരെ ഇത് കഴിഞ്ഞില്ലേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവരൊന്നും വിളിക്കണ്ടേ, നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ, കുറച്ച് ലേറ്റായി കാണും, നമുക്കിപ്പോൾ ഒന്ന് പോയി വിളിച്ചേക്കാം, അതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ ചോദിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് അവർ ചെന്ന് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ അവർ വാതിലൊന്ന് തുറക്കുന്നുണ്ട്. മുത്തശ്ശി ഒന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അകത്തേക്ക് കയറി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറുന്നുണ്ട്. പെൺകുട്ടിയുടെ മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും പരിഭ്രമമായിരുന്നു. ഇപ്പം അത് നിങ്ങളുടെ ഒരു ആചാരമാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം ആർക്കും കാണാൻ തടസ്സമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വരുണിൻ്റെ അമ്മ ഇങ്ങനെ പ്രിയങ്ക ഇങ്ങനെ തഴുകുന്നുണ്ട് കൈകൊണ്ട്. ആ സമയത്ത് യശോദാമ്മയുടെ കരഞ്ഞ് കലങ്ങിയ മുഖങ്ങൾ കണ്ടിട്ട് വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, അയ്യോ യശോദയ്ക്ക് എന്ത് പറ്റി, നന്നായി കരഞ്ഞതുപോലെ ഉണ്ടല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് മോളെ പിരിഞ്ഞ് നിൽക്കാൻ തീരെ പറ്റുന്നില്ല, അതിൻ്റെ കുറച്ച് സങ്കടം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പൊന്നു മോളെ പറഞ്ഞൊക്കെ കളഞ്ഞു, ഞാൻ എൻ്റെ കൈവെള്ളിൽ നിന്ന് അവളെ അരക്കേയില്ല, എൻ്റെ മോളെ പോലെ തന്നെ ഞാനവൾ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദ ഇങ്ങനെ ചെറുപുഞ്ചിരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുട്ടി വരുന്നില്ലെന്ന് രാധികയോട് ചോദിക്കുന്നുണ്ട്. രാധികയുടെ കണ്ണിലൊന്നും വിഷമമോ കണ്ണുനീരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കുട്ടി ഒന്ന് വിളിക്കുമ്പോൾ ഞാൻ വരാം, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ കുട്ടി വിളിച്ചാലൊന്നും വരില്ല, എപ്പോഴും അവൾക്ക് പണിയെടുത്തേ പറ്റും, ഇപ്പോൾ വരട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരാം, ഞങ്ങൾ പിറകെയും കൂട്ടി പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. വാ കൽപ്പന എന്ന് വിളിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഇത്രയുള്ള കാര്യം ഇതിനെ വെറുതെ വെച്ച് ഇത് മറ്റേത് ഇതൊക്കെ കാട്ടിയിരുന്നത്, ഇതിനായിരുന്നു ഇത്ര നേരത്തെ അഭ്യാസം. അമ്മ എന്നാലും ഇത് ക്രൂരതയല്ലേ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നിർദ്ദേശം അത് തീർന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ രാധികയുടെ മുഖത്ത് ഇങ്ങനെ യശോദ നോക്കുമ്പോൾ അത് പൊട്ടിക്കരയുന്നുണ്ട്. യശോദയും കരയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കാണുന്നത് സ്നേഹപൂർവ്വം ഷാമാൻ സീരിയലിൽ പുതിയൊരു റിവ്യൂയുടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.